നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഉളിക്കൽ പഞ്ചായത്തിലെ വട്ടിയാന്തോടുള്ള വളരെ വ്യത്യസ്തയായ ഒരു വ്യക്തിയോടൊപ്പമാണ്. കാണാം കൂടുതൽ കാഴ്ചകൾ, കേൾക്കാം കൂടുതൽ വിശേഷങ്ങൾ. മേഡത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്തൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ? ഇവിടെ എല്ലാ തരത്തിലുള്ള കൃഷികളുണ്ട്. പ്രധാനമായും നമ്മൾ പച്ചക്കറികളാണ് ചെയ്യാറുള്ളത്. അതിനകത്ത് ചീര, വെണ്ട, മത്തൻ, വഴുതന, കുക്കുംബർ, പിന്നെ കോവൽ മുതലായവ ഉണ്ട്. കൂടാതെ ഫ്രൂട്ട്സ് ഐറ്റംസ് മാംഗോസിന് അബിയു, അച്ചാച്ചെറു, പിന്നെ റംബൂട്ടാൻ്റെ പിന്നെ എന്താ പറയണ്ടേ ഒരു 2-3 വെറൈറ്റി ഉണ്ട്. റോൺ ഗ്രീൻ, പിന്നെ E35, പിന്നെ പുലാസാനുണ്ട്, പിന്നെ NIT ആണ് കൂടുതലുള്ളത്. പിന്നെ മാംഗോസ്റ്റിൻ, പിന്നെ മാവുണ്ട്. മാവ് പിന്നെ തായ് വസ്ത്ര എന്ന് 2 നല്ല ഐറ്റംസാണ്. തായ് വസ്ത്ര, പിന്നെ മല്ലിക, കോശരി എന്ന് പറഞ്ഞ 3 ഐറ്റം ഉണ്ട്. പിന്നെ വാഴ, ഏത്തവാഴയുണ്ട്, പൂവൻ വാഴയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, റോബസ്റ്റ് ഉണ്ട്. നാണ്യവിളകളായ തെങ്ങ്, കശുമാവ്, റബ്ബർ, പിന്നെ കുരുമുളകുണ്ട്. എൻ്റെ അടുത്തൊരു 25 വെറൈറ്റിയോളം കുരുമുളകുണ്ട്. ഈ ഏരിയയിൽ പ്രധാനമായും ചീരയാണ് കൃഷി ചെയ്യുന്നത്. ഏകദേശം 10ഓളം ചീര എൻ്റെ അടുത്തുണ്ട്. ചീര നടുന്നതിന് വേണ്ടി തടമൊരുക്കി പിന്നെ ചാണകപ്പൊടിയും കോഴിവളവും മിക്സാക്കി ഇട്ടതിന് ശേഷം ചീരവിത്ത് സാധാരണ വിതറുകയാണ് ചെയ്യുന്നത്. അത് 2-3 ദിവസം കഴിയുമ്പം മുളയ്ക്കും. ചീരരി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റവപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ തൂളുന്നത് നല്ലതാണെന്ന് പറയാം. പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും തൂളിയിട്ടില്ല. വളം കൊടുക്കുന്നത് പൊങ്ങി ഒരു 5-8 ദിവസം കഴിഞ്ഞതിന് ശേഷം ചാണകവും മൂത്രവും പിണ്ണാക്കും, കടലപ്പിണ്ണാക്കും കൂടെ മിക്സാക്കി വളരെ ലൈറ്റായിട്ട് രീതിയിൽ ഒരു 5-6 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കലാണ് സാധാരണ ചെയ്യുന്നത്. ഒരു 30 ദിവസം ആകുമ്പം ചീര ഏകദേശം പാകമാവും. അതിനുശേഷം അത് പറിച്ച് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കാറാണ് പതിവ്. ചീരകൃഷി ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും എനിക്ക് ലാഭകരം തന്നെയാണ്. കാരണം ഞാൻ ഒരു തടത്തിൽ തന്നെ, അതായത് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു തടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 30 ദിവസം കഴിയുമ്പോൾ ചീര പറിച്ചതിന് ശേഷം അത് തടം നമ്മൾ പിന്നെ കൂട്ടുന്നില്ല. അതിനകത്ത് ജസ്റ്റ് ഒന്ന് തൂമ്പ കൊണ്ടൊന്ന് ഇളക്കി പിന്നെ വിത്തുകൾ പാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 3 പ്രാവശ്യം മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 3 പ്രാവശ്യം നമുക്ക് കൃഷി ചെയ്യാം. കൃഷി ലാഭകരം തന്നെയാണ്. ആദ്യത്തെ എടുക്കുന്ന വിളവ് പിന്നെ പണിക്കൂലിയും ബാക്കി കാര്യങ്ങളെല്ലാം പോയാലും ബാക്കി 2 പ്രാവശ്യത്തെ നമുക്ക് എന്തായാലും നല്ല ലാഭകരം തന്നെയാണ്. എനിക്കൊരു ഇതുവരെയായിട്ടും നഷ്ടം വന്നിട്ടില്ല. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്ളാത്താങ്കര ചീരയും സിന്ദൂര ചീരയും ബീറ്റ്റൂട്ട് ചീരയും പിന്നെ അരി അതിന് ഒരു 1.5 മാസം കഴിയാതെ അരി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കൂലി ഒരുപാട് കുറവുണ്ട്. കുറച്ച് അകത്തി നടണമെന്ന് മാത്രമേ ഉള്ളൂ. കുരുമുളക് ഇനങ്ങളും മേഡം കാര്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യാറുള്ളത്? ഞാനിവിടെ പ്രധാനമായും ചെയ്യുന്നത് പന്നിയൂർ വണ്ണ്, കരിമുണ്ട, മഞ്ഞമുണ്ട എന്ന് പറഞ്ഞൊരു ഐറ്റമുണ്ട്. പിന്നെ തെക്കനുണ്ട്. തെക്കൻ 1-2 പേരിന് മാത്രമേ ഉള്ളൂ. പിന്നെ കരിമുണ്ട, ആർക്കളമുണ്ടി, പിന്നെ കുമ്പുങ്കൻ, വിജയ് എനിക്ക് വിളവെടുക്കാനായില്ല. ഞാൻ നട്ടതേ ഉള്ളൂ, 1.5 വർഷമായതേ ഉള്ളൂ. ഇത്രയാണ് കൃഷി ചെയ്യുന്നത്. കുരുമുളക് ഉണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ആ ഒരു സീസണിൽ ആ പച്ചക്കറിയുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ. ഇതെന്ന് പറയുമ്പോൾ കുരുമുളകൊക്കെ ആണെങ്കിൽ നമുക്ക് പറിച്ച് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വില കയറുമ്പോൾ നന്നായിട്ട് വില ഉണ്ടാകുന്നൊരു സമയത്ത് നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അത് പിന്നെ നല്ല രീതിയിൽ തന്നെ എനിക്ക് കഴിഞ്ഞ കൊല്ലം ഒരുപാട് കുരുമുളക് കിട്ടുമായിരുന്നു. പക്ഷേ ഈ കൊല്ലം കുറേ കൂടി പിന്നെ പോയിട്ടുണ്ട്. അത് അമിതമായ കായ കൊണ്ടാണോ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണോ എന്ന് എനിക്ക് ശാസ്ത്രീയമായിട്ട് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും കഴിഞ്ഞ കൊല്ലത്തെ കൂടെ ഒരു 70% നമുക്ക് പോയി. അപ്പം ഞാനിപ്പോൾ തന്നെ പുതിയത് തന്നെ ഈ നടാൻ തുടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്യുന്നത്? വളങ്ങൾ കാര്യമായിട്ട് ഞാൻ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. കടലപ്പിണ്ണാക്കും പിന്നെ പച്ചച്ചാണകം കൂടെ പുളിപ്പിക്കാൻ ഒരുപാട് വെക്കില്ല. കാരണം ഇന്ന് വൈകുന്നേരം ഇട്ട് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ കലക്കി അതിൻ്റെ ചോട്ടിൽ വെച്ചാൽ തീരെ ചോട്ടിലല്ല, അതിനോട് കുറച്ച് മാറ്റിയിട്ട് ഒഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നുമില്ല. പിന്നെ ഈ മരുന്ന് മഴ പെയ്ത് കഴിയുമ്പോൾ ഈ പൊള്ളുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മരുന്നടിച്ചു കൊടുക്കുന്നുണ്ട്.
ഏരിയയിൽ പ്രധാനമായും റംബൂട്ടാനാണ്. റംബൂട്ടാൻ ഏകദേശം 10-12 ഐറ്റം ഉണ്ട്, അതിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഉളുക്കൽ അഗ്രോ ഫാമിൽ നിന്ന്, അതായത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നഴ്സറിയായ ഉളുക്കൽ അഗ്രോ ഫാമിൽ നിന്ന് വാങ്ങിച്ച തൈകളാണ് നമ്മുടെ ഈ പറമ്പിലുള്ളത് മൊത്തം. നമ്മൾ ഇപ്പം ഈ റംബൂട്ടാൻ ഒരു 4 വർഷമായ റംബൂട്ടാനാണ്. പ്രൂൺ ചെയ്ത് നിർത്തിയതായിരുന്നു. കഴിഞ്ഞ കൊല്ലം കാ കുറവായിരുന്നു, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം നല്ല കായായിരുന്നു. പിന്നെ അത് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ, കാരണം ഒരുപാട് പൊങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് NIT എന്ന് പറഞ്ഞൊരു സെക്ഷനാണിത്. റോൺഗ്രാൻ ഉണ്ട്, പിന്നെ E35 ഉണ്ട്, മകാർൽഗയുണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, പിന്നെ നമുക്കിതിനകത്ത് ഒരു പുലാസാനുണ്ട്. പിന്നെ നല്ല, അതായത് സീസൺ ഇപ്പോൾ ആകുന്നില്ല, പിന്നെ ആകുന്നതേ ഉള്ളൂ. നമുക്ക് കിലോയ്ക്ക് നല്ലൊരു പൈസ ഇതിനകത്ത് കിട്ടുന്നു, നല്ലൊരു ഇൻകമാണ്. പിന്നെ ഒരു 200-250 രൂപ തോതിലാണ് നമ്മൾ പിന്നെ ഫാം ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വാവലിൻ്റെ ശല്യം ഒന്നും ഇല്ല, നമ്മളപ്പോൾ നെറ്റ് ഇട്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ജനങ്ങൾ പറയുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ നമ്മളത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫ്രൂട്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെറ്റ് ഇട്ടിട്ട് മൂടുകയാണ് ചെയ്യാറുള്ളത്. കൂടാതെ ഇത് എൻ്റെ മാംഗോസിൻ തൈകളാണ്, ഏകദേശം 25ഓളം ഉണ്ട്. ഇതും ഉളുക്കൽ അഗ്രോ ഫാമിൽ നിന്ന് എടുത്തതാണ്. ഇത് കായ്ക്കണമെങ്കിൽ 6-7 വർഷമൊക്കെ കഴിയും. ഇതിന് സാധാരണ ചെയ്യാറുള്ളത് പിന്നെ 2 മാസം കൂടുമ്പം ചാണകവെള്ളം കലക്കി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കലാണ്. പഴങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നതാണ് ഈ മാംഗോസിൻ. മാംഗോസും പഴങ്ങൾ നല്ല സ്വാദാണ്. അതായത് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ വേണ്ട, പിന്നെ ഷെയ്ഡിലാണ് ഈ മാംഗോസിൻ മരങ്ങൾ പിന്നെ കാണുന്നത്. സാധാരണ തെങ്ങിൻ്റെ ഉള്ളിലും അങ്ങനെ കവുങ്ങിൻ്റെ ഉള്ളിലും ഒക്കെയാണ് ഇത് പിന്നെ വളരെ നല്ലത്. പിന്നെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഇതിനൊക്കെ വലിയ മാംഗോസിനുണ്ട്. അത് നട്ടേക്കെന്ന് വെച്ചാൽ കവുങ്ങിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അത് 2 കാര്യമുണ്ട്. കവുങ്ങ് ഒരു 10-15 അല്ലെങ്കിൽ വർഷം കഴിയുമ്പോൾ അത് നശിച്ചു പോകും. മാംഗോസ് മരങ്ങൾ ഏകദേശം ഒരു 100 വർഷത്തിനൊക്കെ മേളിൽ നിൽക്കുമെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. കാരണം ഇത് വലിയ മരമാവും, ഒരുപാട് കായ്ക്കും, നല്ല സ്വാദുള്ള പഴമാണ്. ഇത് എൻ്റെ കവുങ്ങ് കൃഷിയാണ്. കവുങ്ങ് ഇവിടെ ഉള്ളത് മോഗ്നറും ഇൻഡസേമംഗളയും ആണ് എനിക്ക് കൂടുതലുള്ളത്. ഇത് കറക്റ്റ് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 2.5 വർഷം 3 വർഷമായ കുള്ളൻ കവുങ്ങാണ്. ഈ കുള്ളൻ കവുങ്ങ് കുലച്ചു, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ വന്നത്. മേൽഭാഗത്താണ് മോഗ്നറും ഇൻഡസേമംഗൾ കൃഷി ചെയ്യുന്നത്. അപ്പം കൃഷി ചെയ്യുന്ന വെച്ചാൽ ഈ കുള്ളൻ കവുങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിന്നുകൊണ്ട് തന്നെ ചെറിയൊരു തോട്ടിക്കല നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ ആദ്യം ഉണ്ടായ കൊലകളെല്ലാം നമുക്ക് നിന്നുകൊണ്ട് പറിക്കാം. പിന്നെ ലൈഫ് കുറവായിരിക്കും, 10-15 വർഷം കിട്ടുമുണ്ടാകുന്നുള്ളൂ. പക്ഷേ നമുക്ക് നല്ല വരുമാനം ഈ കവുങ്ങിൽ നിന്ന് കിട്ടും. സാധാരണ പുതുമഴ പെയ്യുമ്പം തടവെടുത്ത് ചാണകപ്പൊടി എല്ലുപൊടി ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഇടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളം, ഇത് സ്പ്രിംഗ്ലർ വെച്ചേക്കുന്നുണ്ടല്ലേ, മൊത്തം വെള്ളം നനയ്ക്കും. പിന്നെ ഇതേപോലെ തന്നെ ചാണകവും കടൽപ്പിണ്ണാക്കൊണ്ട് പുളിപ്പിച്ചിട്ട് നന്നായിട്ട് ഓരോ ബക്കറ്റ് വെച്ചിട്ട് ഒഴിക്കും. പിന്നെ ഇത് കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ വരുമാനം കിട്ടും ഈ കവുങ്ങിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ കുള്ളൻ കവുങ്ങ് തന്നെ തിരഞ്ഞെടുത്തിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇതെൻ്റെ അഭിമരമാണ്. 2 അഭിമരമാണുള്ളത്. 1.5 വർഷമായ തൈയാണ് ഞാൻ കൊണ്ടുവച്ചത്. കഴിഞ്ഞ കൊല്ലം മുതൽ കായ്ച്ചു വരുന്നു. ന്യായമായിട്ട് എന്താ പറയണ്ടേ, ഈ ഒരെണ്ണത്തെ നന്നായി കായ്ച്ചു. ഇതിൽ കുറവായിരുന്നു. കായ്ച്ചതിലൊരു 10-15 കിലോയ്ക്ക് മേളിൽ കായ്ച്ചു. അത് നമ്മൾ 250 രൂപ തോതിൽ നമ്മൾ ഇവിടെ വന്ന് 2-3 പേർക്ക് കൊടുത്തു. ബാക്കി മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല ഫ്രൂട്ടാണ്, ഓവർ രുചിയില്ല, എന്നാലും ചെറിയ മധുരമുണ്ട്. കരിക്കിൻ്റെ അതേ സ്വാദിൽ നമുക്ക് ഷേക്ക് അടിച്ച് കുടിക്കാനും ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ് അബിയു. ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. നല്ല സ്വാദുണ്ട്. ഇതുപോലെ തന്നെ പിന്നെ റെഡാണ് എൻ്റെ ഉള്ളിൽ. നടുമ്പം ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടിയും വെച്ചിട്ടാണ് നട്ട് കഴിഞ്ഞതിന് ശേഷം 1 മാസം 2 മാസം കഴിഞ്ഞപ്പം വെറും ചാണകവെള്ളം പുളിപ്പിച്ച് പിണ്ണാക്കൂടെ ഇട്ടിട്ട് ഓരോ ബക്കറ്റ് അതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടായിരുന്നു. മാർക്കറ്റിങ് പിന്നെ നമ്മൾ ന്യായമായിട്ടൊരു വില കിട്ടുന്നുണ്ട്, 10-200 രൂപയോളം കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. ഇത് എൻ്റെ കോവൽ കൃഷിയാണ്. ഒരുപാട് ചിലവുകളില്ലാതെ കൃഷി ചെയ്യാൻ പറ്റും കോവൽ. പിന്നെ ഇതിന് രോഗങ്ങൾ ഒരുപാട്, പയറ് പാവയ്ക്ക പോലെ പിന്നെ ഒരുപാട് രോഗങ്ങളൊന്നുമില്ല. പിന്നെ ഇത് പന്തലിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലപോലെ കായുണ്ടാവും. പിന്നെ ഇതിന് വിപണന സാധ്യത നന്നായിട്ടുണ്ട്, നല്ല മാർക്കറ്റിംഗ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പച്ചക്കറികളിൽ ഇപ്പം നല്ല ഡിമാൻഡുള്ളൊരു ഇതാണ് കോവൽ. പിന്നെ നമുക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമുക്ക് വിളവെടുക്കാം. കോവലിന് വളം ചെയ്യുന്നത് പച്ച ചാണകം, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ഒഴിക്കലാണ്. പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കും. പ്രത്യേകിച്ച് രോഗങ്ങൾ കുറവാണ്, മരുന്നടിക്കുക അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ നല്ല വിളവ് കിട്ടും, നല്ല മാർക്കറ്റിംഗ് ഉണ്ട്, നല്ല വിലയുണ്ട്. ഇത് എൻ്റെ വീട്ടാവശ്യത്തിനുള്ള ഒരു കുഞ്ഞ് കപ്പ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ്. നല്ല കപ്പയാണ്, നല്ല ടേസ്റ്റുള്ള കപ്പയാണ്, ആമ്പക്കാടൻ കപ്പയാണ്.
ചെറിയ രീതിയിൽ വാഴക്കൃഷിയും ചെയ്യാറുണ്ട്. 10-200 ഏത്തവാഴയും കുറച്ച് 100 ഞാലിപ്പൂവൻ, കുറച്ച് പൂവൻ വാഴ എന്നിവയുണ്ട്. ഏത്തവാഴ 4 അടി അകലത്തിൽ ഒരു കുഴിയിൽ 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ നടാറുള്ളത്. ഒരു പരീക്ഷണാർത്ഥം ഒരു 3 എണ്ണം വെച്ചും കുറച്ച് കുഴിയിൽ നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സാധാരണ കൃഷി ചെയ്യാറുണ്ട് അങ്ങനെ. കുഴിയെടുത്ത് എല്ലുപൊടി പിന്നെ വേപ്പ് മുണ്ണാക്ക് ഇട്ടിട്ടാണ് തൈകൾ വെച്ചത്. മുളച്ച് വന്ന് ഒരു 2 ഇല ആകുമ്പോൾ ആദ്യത്തെ വളം കൊടുക്കും. എൻ്റെ ഏത്തവാഴ കൊടുക്കാനായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഒരു 8-9 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചീരയും പയറും അതുപോലുള്ള കൃഷിയെല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ വാഴേനായിരിക്കും ആശ്രയിക്കുക. ഞാൻ ഈ വാഴ കൃഷി അധികം ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടവിളയായിട്ടാണ് ഞാൻ തെങ്ങ് ഉണ്ടായിരുന്നു, മുഴുത്ത തെങ്ങുകളുണ്ടായിരുന്നു. ആ തെങ്ങ് വെട്ടിക്കളഞ്ഞ് അതിന് കുറച്ച് തെങ്ങ് വെച്ചിരുന്നു. കേരശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് തെങ്ങ് വെച്ചത്. അതിൻ്റെ സൈഡിലാണ്. അപ്പം ഈ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വേണ്ടല്ലോ, തെങ്ങ് തൈക്ക് കൊടുക്കണ്ട. അപ്പോൾ ഇടവിളയായിട്ടാണ് ഞാൻ വാഴ കൃഷി ചെയ്തത്. പശു വളർത്തലുണ്ട്. ഒരു പശു ഒരു കിടാവുമാണുള്ളത്. എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ തൊഴിലിൽ നിന്നാണ്. കാരണം 6:30 ആകുമ്പോൾ എണീറ്റ് ഇതിനെ കറന്ന് പാലെടുത്ത് ചായ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ പച്ചക്കറി കൃഷി ചീരയും ബാക്കി കാര്യങ്ങളൊക്കെ നനയ്ക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായ നമ്മുടെ ആവശ്യത്തിനുള്ള പറമ്പിലേക്കുള്ള ചാണകം പിന്നെ മൂത്രം പിടിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു PVC പൈപ്പ് ഇട്ടിട്ട് പുറകിൽ നിന്ന് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി കൊടുക്കും. അല്ലാതെ നമ്മൾ ബക്കറ്റിനകത്ത് മൂത്രം പിടിച്ച് ഇവളുടെ ചാണകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ആളുകൾ മേഡത്തെ അറിയപ്പെടുന്നത് പ്രമുഖയായ ഒരു കായിക താരമായിട്ടാണ്. അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ കണ്ണൂർ ജില്ലയിലെ പൈസക്കിരി ദേവമാതാ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ 8ാം ക്ലാസ് മുതലാണ് ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അത്ലറ്റായിരുന്നു. അവിടെ സബ് ജില്ലയും ജില്ലാതലത്തിലൊക്കെ മെഡലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ്സിലായപ്പോഴും ഞങ്ങൾ ഹരിയാനയിലെ കർണാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിന് വേണ്ടി പിന്നെ ജേഴ്സി അണിഞ്ഞു. അവിടെ നിന്നാണ് തുടക്കം. പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. അന്നത്തെ റൂളോ ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. അന്ന് കളിച്ചു. കളിയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണവായുവാണ് കളി. അവിടുന്ന് തുടങ്ങി പിന്നെ കണ്ണൂർ ഡിവിഷനിൽ ആണ് ഞാൻ പിന്നെ പഠിച്ചത്. അത് കഴിഞ്ഞ് കണ്ണൂർ ഡിവിഷനിൽ പഠിക്കുമ്പം വലിയ കാര്യമായിട്ടൊന്നും പിന്നെ ഉയരാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് സീനിയേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സെൻറ്റ് സേവേഴ്സിൽ പോയി. സെൻറ്റ് സേവേഴ്സിൽ ഞാൻ അവിടെ ചെല്ലുമ്പം പിന്നെ അവിടുത്തെ ഒരു പിന്നെ ചിത്രം എൻ്റെ ഓർമ്മയിലിപ്പം വരുവാണ്. കാരണം ഒരു സ്റ്റേറ്റ് ടീമിനെ കഴിഞ്ഞും ശക്തന്മാരായ ടീമായിരുന്നു ആ 93, 94, 95 കോളേജ് ടീം. ആ കോളേജ് ടീമിൽ ഒരു പിന്നെ എന്താ പറയുക 12ാമതായിട്ട് കയറണമെങ്കിലത്തെ ചില്ലറ ടാസ്ക് അല്ല. കാരണം എന്നെ കഴിഞ്ഞ് ഞാൻ 6 അടി അടുത്തേ ഉള്ളൂ. 6'2", 6'3" അവിടുത്തെ 2-3 കുട്ടികൾ. അത് കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റ് ബേസിൽ ഞാനായിരിക്കും. അവിടുന്ന് ഞാൻ കളിക്കുന്നത് യൂണിവേഴ്സിറ്റി ആണ്. യൂണിവേഴ്സിറ്റി പിന്നെ കളിച്ചു. പിന്നെ ഓൾ കേരള ഓൾ ഇന്ത്യ ടൂർണമെൻറ്റെല്ലാം കളിച്ചു. ഫസ്റ്റ് MG യൂണിവേഴ്സിറ്റി കളിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ തലശ്ശേരി വെച്ചിട്ടായിരുന്നു ഫസ്റ്റ്. ആ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ 31 പോയിൻ്റ്. ഞാൻ കൊല്ലം ടീമിനോട് ഇറങ്ങി. കൊല്ലം ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. കോളേജ് ടീമിൽ എൻ്റെ പൈസക്കിരി 3 വർഷം നമ്മുടെ സ്കൂൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എന്താ പറയുക പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. ആ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ കേരളത്തിന് വേണ്ടി ജംഷഡ്പൂരിൽ വെച്ച് കളിച്ചു. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ഏതാണ്ട് ഒരു 5 സീനിയർ നാഷണൽസ്, സൗത്ത് സോണ്, ഫെഡറേഷൻ കപ്പിൻ്റെ ക്യാപ്റ്റനായിരുന്നു, നാഷണൽ ഗെയിംസ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയുള്ള കളികൾ കളിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ ബെഞ്ചിലിരുന്നിട്ടില്ല. ഫുൾ ടൈം 40 മിനിറ്റ്. ഇന്നും എനിക്ക് അവർക്ക് എൻ്റെ കാലിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഇന്നും അതുപോലെ തന്നെ അങ്ങോട്ട് എന്താ പറയുക അത്ര സ്പിരിറ്റാണ് എനിക്ക് ഒന്നും വേറൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. കളിയായിരുന്നു എൻ്റെ ഏറ്റവും ഇത്. അതായത് ഭക്ഷണമോ അങ്ങനെ എക്സ്ട്രാ ടൈം എനിക്കത് പറയാൻ അറിയത്തില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ അറിയാവുന്ന അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം പിന്നെ FACTയിൽ ഗസ്റ്റായിരുന്നു ഞാൻ PDCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കേരള ടീമിൻ്റെ 3 പിന്നെ ഇപ്പം മാസ്റ്റേഴ്സൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റേഴ്സ് ഞാൻ എന്താ പറയണ്ടേ ഫസ്റ്റ് മാസ്റ്റേഴ്സ് പിന്നെ ഇവിടെ വെച്ചിട്ട് ഇരിങ്ങാലക്കുട വെച്ചിട്ടായിരുന്നു. അത് കൊല്ലം ടീമിനോട് ആയിരുന്നു കളിച്ചിരുന്നത്. കൊല്ലം ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അതിനിപ്പം അടുത്ത് അതായത് എറണാകുളം ടീമിൻ്റെ ഡിസ്ട്രിക്ട് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഇപ്പം ഗോവയെ വെച്ചിട്ട് കഴിഞ്ഞ ജനുവരിയാണോ ഫെബ്രുവരി കൃത്യം എനിക്ക് ഡേറ്റ് ഓർമ്മയിൽ കിട്ടുന്നില്ല. കേരള ടീമിൻ്റെ കോച്ചായിരുന്നു. അതോടുകൂടി പിന്നെ ഞാൻ ഇപ്പം കളി വിട്ടു. കാരണം കൃഷിയും സ്കൂൾ ഉണ്ടല്ലോ. എൻ്റെ പ്രൊഫഷൻ PT ടീച്ചറാണ് ഞാൻ. പിന്നെ ഇതുപോലെ ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്ന ആ സമയത്ത് ഞാൻ എന്താ പറയണ്ടേ ജോലിയൊന്നും പ്രത്യേകിച്ച് ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ കൂടുതൽ പഠിച്ചവരെല്ലാം ജോലി ചെറിയൊരു ഭാഗ്യം എന്തോ നമുക്ക് പറയാൻ പറ്റില്ല. ദൈവം നിശ്ചയം പോലെ എനിക്ക് കിട്ടിയില്ല. പിന്നെ KSUവിൽ ട്രയൽസിന് വിളിച്ചു. ട്രയൽസിൻ്റെ കാർഡ് എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ പോയില്ല. പോകാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ അതുപോലെ റെയിൽവേ 2 റെയിൽവേ എന്നെ വിളിച്ച് ഞാൻ എൻ്റെ എന്താ പറയുക കോളേജിൻ്റെ ഇപ്പോൾ അവരെ പറയുമ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് അറിയത്തില്ല. എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കോച്ച് പറഞ്ഞു ഇപ്പം ഒരു പിറ്റേ ദിവസം ടൂർണമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കളിക്കാൻ വേണ്ടി അവർ പോകരുത് എന്ന് പിന്നെ പറഞ്ഞോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ പറഞ്ഞു.
കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാൻ വേണ്ടി പിന്നെ ഒരു അവസരം എന്നുള്ള കണ്ടീഷനിൽ ഗോരഖ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പോയ എല്ലാവർക്കും എന്താ പറയണ്ടേ ജോലി കിട്ടി, ഞാൻ ഒഴികെ. പിന്നെ എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല, ഒരു കാലത്തും സങ്കടമില്ല, തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം വളരെ സന്തോഷമായിട്ട് കൃഷിയും പിന്നെ സ്കൂളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. സ്കൂളിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാസ്കറ്റ്ബോൾ പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു 40-50ഓളം കുട്ടികൾ ഞാൻ സ്പോർട്സ് ഹോസ്റ്റലിൽ കൗൺസിലിൻ്റെയൊക്കെ സെലക്ഷൻ വാങ്ങിച്ചു കൊടുത്ത് അവർ ഒരാൾ KSEBിലുണ്ട്, ഒരാൾ പോലീസിലുണ്ട്, പിന്നെ 4-5 കുട്ടികൾ ആർമി പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും BP.Ed MB.Ed ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു നിമിത്തം അതുപോലെ ഞാൻ പിന്നെ ട്രെയിനിങ് ചെയ്യുന്നു. അവിടെ നമ്മൾ സത്യസന്ധത ഹാർഡ് വർക്കിംഗ് ഇതുണ്ടല്ലോ, രാവിലെ പോയി ആത്മാർത്ഥം നമ്മൾ ഏൽപ്പിച്ച കാര്യം 100% നമ്മൾ ചെയ്തിട്ടേ വരുള്ളൂ, എത്ര പറ്റിയാലും. മേഡം കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? ചാച്ചനുണ്ട്, ഹസ്ബൻഡ്, 2 മക്കളാണ്. മോൻ്റെ പേര് റെയ്നു കെ അഗസ്റ്റിൻ, മോളുടെ പേര് റീന മേരി അഗസ്റ്റിൻ. ഹസ്ബൻഡ് രാരി കുര്യാക്കോസ്, ചാച്ചൻ കുര്യാക്കോസ്. മോന് ബാംഗ്ലൂർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. മോള് ആലപ്പുഴയിൽ ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. 100% പുള്ളി സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് കൃഷിയും സ്കൂളും കന്നാലി വളർത്തലും ഇതെല്ലാം ഒരേപോലെ പോകുന്നു. മേഡത്തിൻ്റെ ഈ കൃഷിയെക്കുറിച്ച് രാജ്ഞേട്ടൻ്റെ അഭിപ്രായം എന്ന് പറയാമോ? അത് പറയുകയാണെങ്കിൽ ബിന്ദുവിന് കൃഷിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. അത് ആണല്ലോ നമ്മുടെ സന്തോഷം. അതിനുവേണ്ടി നമ്മൾ എന്താണോ സഹകരിക്കേണ്ടത് അതിന് പൂർണ്ണ പിന്തുണയുമായി ഞാൻ പിന്നാലെയുണ്ട്. മേഡം, ഇത്രയും നേരം പ്രേക്ഷകരോട് സംവദിച്ചതിന് നന്ദി. അടുത്തയാഴ്ച പുതിയൊരു വ്യക്തിയുമായി നമുക്ക് കാണാം.